മണവാളനെ എതിരേൽക്കുവാൻ പുറപ്പെട്ടതായ 10 കന്യകമാരെ കുറിച്ച് 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരും. ബുദ്ധിയുള്ളവർ കരുതിയതായ എണ്ണ, അതാണ് നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് പറയുവാനുള്ളതായ ചില സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്നതായ ഭാഗം. എവിടെയാണ് അവർ എണ്ണ കരുതിയത്? വിളക്കിൽ എണ്ണ കരുതിയത് ബുദ്ധിയില്ലാത്തവർക്കും ബുദ്ധിയുള്ളവർക്കും ഒരേ രീതിയിലായി യുണീക്കായിട്ടുള്ളതായ വിളക്കുകളും ആ വിളക്കിൽ എരിയുവാൻ ആവശ്യമായിട്ടുള്ളതായ എണ്ണയും എല്ലാവരുടെയും വിളക്കിൽ ഉണ്ടായിരുന്നു. എന്നാൽ ബുദ്ധിയുള്ളവർ അവർ വേറൊരു പാത്രത്തിൽ എണ്ണ കരുതി. ആ വിളക്കിൽ എണ്ണ കരുതിയതല്ല, ആ വിളക്കിലുള്ള എണ്ണ അത് എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവർക്കൊരു കരുതലുണ്ടായിരുന്നു. അവരതിന് വേറൊരു പാത്രം കരുതി. ആ പാത്രത്തിൽ എടുത്തതായ എണ്ണയാണ് കർത്താവ് അവരെ ശിഷ്യന്മാരെ എടുത്തു കാണിക്കുവാനുണ്ടായത്. എന്താണ് ഈ പാത്രം? പാത്രത്തിലുള്ള എണ്ണ എന്താണ്? നോക്കൂ, പഴയ നിയമകാലത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോകാം. മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് സമാഗമന കൂടാരത്തെക്കുറിച്ചുള്ളതായ ചില പ്രമാണങ്ങൾ കൊടുക്കുമ്പോൾ അവനോട് വ്യക്തമായി ഇസ്രായേൽ ജനത്തെ ധരിപ്പിക്കുവാൻ അവർ ആചരിക്കേണ്ടതായ, എവിടെ പോയിരുന്നാലും അവർ ചെയ്യേണ്ടതായ ഒരു കാര്യം കർത്താവ് അവിടെ മോശ മുഖാന്തരം വെളിപ്പെടുത്തുകയാണ്. എന്താണെന്നറിയാമോ? മന്ന ഇട്ടുവെച്ചതായ പാത്രം. ആ പാത്രത്തിലെ മന്ന ഒരിക്കലും കേടാകുന്നില്ല. അത് ജീവിതകാലം മുഴുവനും തലമുറകളോളം ഒരു സാക്ഷ്യമായി അത് ഭവിക്കുകയാണ്. എന്താണ് ആ സാക്ഷ്യം? ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ ആഹാരമില്ലാതെ വലഞ്ഞപ്പോൾ ദൈവം ആകാശത്തിൽ നിന്ന് ദൂതന്മാരുടെ ഭക്ഷണം കൊടുത്തു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതായ ഓരോ വചനങ്ങൾ കൊണ്ടും മനുഷ്യന് ജീവിക്കാൻ കഴിയും എന്നുള്ളതായ ഒരു സാക്ഷ്യം അടങ്ങിയതായ ഒരു പാത്രം ഇസ്രായേൽ മക്കളുടെ പക്കൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അവരുടെ ആലയത്തിൽ ഉണ്ടായിരിക്കണം, അവരുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം എന്ന് കർത്താവ് മോശ മുഖാന്തരം അവർക്ക് കൽപ്പന കൊടുക്കുകയുണ്ടായി. അതേ പാത്രത്തെ കർത്താവ് ഇവിടെ ഒരു എണ്ണ രൂപത്തിൽ ഇവിടെ കൊണ്ടുവരികയാണ്. കർത്താവ് ശിഷ്യന്മാരെ ധരിപ്പിക്കുവാൻ ഉദ്ദേശിച്ചതായ ഒരു കാര്യം നോക്കൂ. നിങ്ങളുടെ മുൻപിൽ ഒരു കൂരിരുട്ട് വരുന്നുണ്ട്. ഒരു അർദ്ധരാത്രി നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്. നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്തതായ അനേക കൂരിരുട്ടുകൾ നിങ്ങളെ സമീപിക്കുവാൻ പോകുന്നു. നിങ്ങൾ ആ കൂരിരുട്ടിൽ കൂടെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കുന്നതായ അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ഒരു വിളക്കുണ്ട്. അതിൽ കുറച്ച് എണ്ണയുണ്ട്. അത് എരിയുന്നു, അത് വെളിച്ചം തരുന്നു, അത് ശോഭ തരുന്നു, എല്ലാം സത്യമാണ്. എങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ ഒരു പാത്രം, ആ പാത്രത്തിൽ എണ്ണയും നിങ്ങൾ കരുതിയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിന്റെ അർത്ഥം? ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് സ്വന്തമായി നൽകപ്പെട്ടതായ, അനുഭവിച്ചിട്ടുള്ളതായ ഒരു സാക്ഷ്യ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കടന്നുപോയിട്ടുള്ളതായ പാതകൾ, കൂരിരുട്ട് വരട്ടെ, അർദ്ധരാത്രി വരട്ടെ, ഞാൻ കാര്യങ്ങളെ ചുരുക്കി നിങ്ങളോട് പറയുക. അല്പസമയത്തിനുള്ളിൽ ദൈവം തന്നതായ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ ഒരു സാധാരണമായ ചിന്താഗതിയിൽ അതിനങ്ങേപ്പുറം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സാധാരണ ചിന്ത മനോഭാവത്തിന് അങ്ങേപ്പുറം നമ്മുടെ ജീവിതത്തിൽ ചില ഒരുക്കങ്ങൾ നമുക്ക് ആ കൂരിരുട്ടിനെ നേരിടുവാൻ, അല്ലെങ്കിൽ അർദ്ധരാത്രികളെ നേരിടുവാൻ നമുക്ക് ഉണ്ടായിരിക്കണം എന്ന് കർത്താവ് ശിഷ്യന്മാരെ, തന്റെ കൂടെ നടന്നതായ ജനത്തെ ബോധിപ്പിക്കുക. അവർക്ക് വലിയൊരു കൂരിട്ട് സന്ദർശിക്കുവാനുണ്ട്. അവരെ എതിരേറ്റ് വരുന്നതായ ഒരു അർദ്ധരാത്രികൾ. എന്നാൽ പല അർദ്ധരാത്രികൾ കണ്ട ശിഷ്യന്മാർക്ക്, അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൂരിരുട്ടിനെ കുറിച്ച് അവർക്ക് ആവലാതിപ്പെടേണ്ടതില്ല. അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനെ പോലെ നമുക്ക് ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കിയാൽ, ഇയ്യോബ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവരെന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ വെളിയിൽ വരും. ഞാൻ എത്ര കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകട്ടെ, എന്റെ അരുമനാഥനെ വിട്ട് എന്റെ ദൈവത്തിന് വിരോധമായി ഞാൻ എന്റെ നാവിനെ ചലിപ്പിക്കുകയില്ല. കഷ്ടത ഞാൻ കണ്ടിട്ടുണ്ട്, കഷ്ടത ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഈ കഷ്ടതയിൽ തളർന്നു പോകുന്ന ഒരു ജീവിതമല്ല നമുക്കുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വരുവാനിരിക്കുന്ന കഷ്ടതയെയും നമ്മുടെ ജീവിതത്തിൽ വരുവാനിരിക്കുന്നതായ അർദ്ധരാത്രികളെ എന്ന് പറഞ്ഞാൽ വെളിച്ചത്തെയും ഇരുട്ടിനെയും തമ്മിൽ ഭേദിക്കുന്നതായ ഒരു നിമിഷങ്ങൾ,
നമ്മുടെ ജീവിതത്തിലും അത് ഉണ്ടാകാം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളതായ വേർപാടുകൾ ഉണ്ടാകാം. അത് വലിയ കഷ്ടതയുടെ സമയത്തെ കർത്താവ് എടുത്ത് കാണിക്കുകയാണ്. ദൈവത്തിന്റെ ജനം കടന്നു പോകുവാൻ പോകുന്നതായ അവരുടെ എല്ലാ വിശ്വാസ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കാൻ പോകുന്നതായ വലിയ ഒരു അർദ്ധരാത്രിയെ കുറിച്ചുള്ളതായ ഒരു വിരൽ ചൂണ്ടൽ കർത്താവ് നടത്തുകയാണ്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് പോലുള്ള ഒരു വിളക്കോ നാം ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാഭിഷേകം നാം പ്രാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. നമുക്ക് വിശ്വാസമുണ്ട്, നമുക്ക് പ്രത്യാശയുണ്ട്. നാം എല്ലാവരും ഒരേ യാത്രയിലാണ്. നോക്കൂ, ബുദ്ധിയുള്ളവർക്കും ബുദ്ധിയില്ലാത്തവർക്കും ഒരേ അളവിലുള്ള വിളക്കാണ്, ഒരേ രീതിയിൽ ഓരോ ഡിസൈനാണ്. അവരിൽ കൊടുത്തിരിക്കുന്ന ആത്മാവിനും ആ എണ്ണയ്ക്കും വ്യത്യാസങ്ങളൊന്നുമില്ല. എങ്കിലും ബുദ്ധിയുള്ളവർ അവരുടെ സ്വന്തം പാത്രത്തിൽ എണ്ണ കരുതിയിരുന്നു. നമ്മുടെ സ്വന്തമായ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവങ്ങൾ അടങ്ങിയതായ ഒരു സാക്ഷ്യ ജീവിതം നമുക്കുണ്ടായിരിക്കണം. ഇല്ലായെങ്കിൽ നമ്മൾ വഴിമധ്യേ തകർന്നു പോകും, പരീക്ഷകളിൽ തകർന്നു പോകും, പരിശോധനകളിൽ തകർന്നു പോകും. നമുക്ക് ലോഭ്യമായി ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും അഭ്യസിച്ചിട്ടുള്ളതായ ഒരു ജനം, അല്ലെങ്കിൽ വിശന്നിരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും അല്ലെങ്കിൽ അഭ്യാസം കൊണ്ടതായ ഒരു ജനം, അഭ്യാസത്താൽ തികഞ്ഞ ഇന്ദ്രിയങ്ങളുള്ളതായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകളോ പരിശോധനകളോ നോക്കി അവൻ തകർന്നു പോകുകയില്ല. അവൻ നേരോടെ ഉയർന്നു നിൽക്കും. അവന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാൻ ഒരു മനുഷ്യർക്കും സാധിക്കുകയില്ല. അവൻ കഷ്ടതയുടെ തീച്ചൂടയിൽ കൂടെ കടന്നു പോകട്ടെ, അവൻ പൊന്നുപോലെ വെളിയിൽ വരും. അവൻ സങ്കടപ്പെടുവാനില്ല, ആവലാതിപ്പെടുവാനില്ല. അവൻ മണവാളന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഉദ്ദേശം, അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുക്കം, അവന് നൽകപ്പെട്ടിരിക്കുന്ന വചനത്തിലും അവൻ നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവിലും അങ്ങേപ്പുറമായി അവന്റെ വ്യക്തിപരമായ ജീവിതത്തിലുള്ളതായ സാക്ഷ്യങ്ങൾ കടന്നുപോയ കഴിഞ്ഞുപോയ കാലയളവിൽ കർത്താവ് എങ്ങനെയാണ് അവനെ നടത്തിയത്, അവനെ എങ്ങനെയാണ് പോഷിപ്പിച്ചത്, ഇല്ലായ്മകളുടെ മധ്യത്തിൽ കർത്താവൻ അവനെ എങ്ങനെയാണ് അവന് മന്ന നൽകി പോഷിപ്പിച്ചതെന്നുള്ളതായ ഒരു വചനം അല്ലെങ്കിൽ ഒരു സാക്ഷ്യം, ഒരു അനുഭവം അവന്റെ ജീവിതത്തിൽ എടുത്തു കാണിക്കുവാൻ ഉണ്ടായിരുന്നതിനാൽ ശത്രുവിന് അവന്റെ നേരെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. ശത്രു അവന്റെ മുൻപിൽ തോറ്റുപോയി, കഷ്ടങ്ങൾ അവന്റെ മുൻപിൽ തോറ്റുപോയി. അവന് ജയാളിയായി നിൽക്കുവാൻ കഴിയും എന്നുള്ളതായ വചനം നമ്മെ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു കാണിക്കുന്നു. അങ്ങനെ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ആയിത്തീരുവാൻ ദൈവം നമുക്ക് ധാരാളമായ കൃപ, അനുഭവവും സാക്ഷ്യമുള്ളവരായി കഷ്ടതകളെ നേരിടുവാനുള്ള കൃപ ദൈവം നൽകി തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.